ഹായ്, ഞാൻ ശ്രീജ. എന്റെ സലൂണിന്റെ പേര് അലീന ബ്രൈഡൽ സ്റ്റുഡിയോ. കഴിഞ്ഞ 12 കൊല്ലമായി കൊറ്റംകുളങ്ങര അമ്പലത്തിന് വേണ്ടി ചമയവിളക്കിന് മേക്കപ്പ് ചെയ്യുന്ന ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് ഞാൻ. ഈ ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ ഉത്സവത്തോടനുബന്ധിച്ച് കുറെ കോളുകൾ എനിക്ക് വരാറുണ്ട്. ഇത് എങ്ങനെയാണ് ഒരുങ്ങുന്നത്, എങ്ങനെ ഒരുങ്ങിയാലാണ് നന്നായിരിക്കുന്നത്. കേരളത്തിൽ നിന്നും വരാറുണ്ട്, നോർത്ത് ഇന്ത്യൻസിന്റെയും കുറെ കോളുകൾ എനിക്ക് വരാറുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് ആരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. ആദ്യം നമുക്ക് ഹെയറിനെ കുറിച്ച് പറയാം. ഈ മാർച്ച് മാസം കഴിവതും നിങ്ങൾ ഹെയർ കട്ട് ചെയ്യാതിരിക്കുക. കാരണം നമുക്ക് വിഗ് സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ക്ലിപ്പ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. അതുകൊണ്ടാ പറയുന്നേ. പിന്നെ വിഗ് എടുക്കുമ്പോൾ നല്ല ഒറിജിനാലിറ്റി ഉള്ള വിഗ് എടുക്കാൻ നോക്കുക. ഇനി നമുക്ക് കോസ്റ്റ്യൂമിനെ കുറിച്ച് പറയാം. കോസ്റ്റ്യൂം അണ്ടർസ്കേർട്ട് എടുക്കുമ്പം മാക്സിമം ഷേപ്പ് വെയർ എടുക്കാൻ നോക്കുക. ഇതുപോലുള്ള ഇതാണ് ബെറ്റർ ചോയ്സ്. പിന്നെ ബ്ലൗസ് തയ്ക്കുമ്പോൾ ദൈവത്തെ ഓർത്തു സാധാ ബ്ലൗസ് തയ്ക്കരുത്. വളരെ വൃത്തികേടാണ്. പാഡഡ് ആയിട്ടുള്ള ബ്ലൗസ് തയ്ക്കുക. തയ്യക്കടയിൽ പറഞ്ഞാൽ മതി, അവർക്ക് നന്നായിട്ട് പാഡഡ് ബ്ലൗസ് തയ്ച്ചു തരും. അല്ല, റെഡിമെയ്ഡ് എടുക്കുന്നവർക്കാണെങ്കിൽ റെഡിമെയ്ഡിനകത്ത് ഓൾറെഡി നല്ല പാഡഡ് ബ്ലൗസുകളാണ് വരുന്നത്. ഇതാണ്ട് ഞാൻ മോഡൽ ഒരെണ്ണം കാണിച്ചു തരാം. ഇതാണ് പാഡഡ് ബ്ലൗസ്. അണ്ടർ ഗാർമെന്റ്സ് യൂസ് ചെയ്യുമ്പോഴും പാഡഡ് ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. പിന്നെ സാരിയുടെ കാര്യം പറയാനാണെങ്കിൽ കുറച്ച് ഒതുങ്ങുന്ന സാരി ആയിരിക്കണം, സോഫ്റ്റ് ആയിട്ടുള്ള. നമുക്ക് പ്ലീറ്റ് ഒക്കെ എടുത്താൽ നല്ല ഷേപ്പ് കിട്ടുന്ന സൈസ് സാരി എടുത്താൽ നല്ലതായിരിക്കും. ഒതുക്കി ഉടുക്കാനൊക്കെ പറ്റും. അതാണ് കുറച്ച് ബെറ്റർ ചോയ്സ്. അടുത്ത നമുക്ക് ഫേസിന്റെ കാര്യം. ഫേസ് കുറെ വർഷങ്ങളായിട്ട് ഞാൻ കേൾക്കുന്ന ഒരു ചോദ്യമാണ്, ത്രെഡ് ചെയ്യണോ ചെയ്യണ്ടായിരുന്നു. എന്റെ സ്വന്തം ഒപ്പീനിയൻ വെച്ചിട്ടാണെങ്കിൽ ത്രെഡ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് നല്ലത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം വിളക്കെടുത്തപ്പോൾ എന്റെ മോൻ വിളക്കെടുത്തായിരുന്നു. അപ്പം അവന് ത്രെഡ് ചെയ്തിട്ട് ചെയ്തപ്പോൾ ഐ മേക്കപ്പ് നല്ല ബെറ്റർ ആയിട്ട് ചെയ്യാനും പറ്റി. ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്തായിരുന്നു ആ മേക്കപ്പിനകത്ത്. പിന്നെ മെയിൻ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, കഴിഞ്ഞ പ്രാവശ്യം കുറി ബ്ലാസ്റ്റിക് പോലത്തെ തിക്ക് ഐലാഷുമായിട്ട് കുറെ പേര് വന്നിരുന്നു. അത് വേണ്ട കേട്ടോ. നല്ല തിന്നായിട്ടുള്ള ഇതുപോലെയൊക്കെയുള്ള നല്ല ഐലാഷ് യൂസ് ചെയ്ത കുറച്ചുകൂടെ ഒറിജിനാലിറ്റി കിട്ടും. പിന്നെ ലെൻസിന്റെ കാര്യം പറയാനാണെങ്കിൽ ഞാനൊരു ബ്രൗണും ഒരു ഹണിയും അക്വഡയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഒരു ബ്രൗണും ഒരു ഹണി, ആ കളറാണ് ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ സ്കിൻ കെയർ ആണെങ്കിൽ ഡ്രൈ സ്കിൻ ആണെങ്കിൽ 2 ദിവസം മുമ്പേ സ്കിൻ കെയർ ചെയ്ത് നിൽക്കണം. കഴിഞ്ഞ പ്രാവശ്യം കുറെ പേര് ഫേഷ്യലും ക്ലീനപ്പും ഒക്കെ ചെയ്തിട്ട് മേക്കപ്പിന് വന്നവരുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇതുപോലുള്ള കമ്മലുകളാണെങ്കിൽ കാത് കുത്താതെ തന്നെ ഇടാൻ പറ്റും. കുറെ പേര് അത് എന്നോട് സ്ഥിരം ഡൗട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ കാത് കുത്തണോ അതോ കുത്താതെ കമ്മലിടാൻ പറ്റും. ഈ വലിയ കമ്മലൊക്കെ യൂസ് ചെയ്യണമെങ്കിലേ കാത് കുത്തിയേ. പിന്നെ ചിലര് ഈ ക്ലിപ്പിനകത്ത് ഈ പിന്നെ ജിമുക്കയുടെ ഞാത്തൊക്കെ ഇളക്കി സെറ്റ് ചെയ്യും. പക്ഷെ അത് കറക്റ്റ് ആയിട്ട് നിക്കത്തില്ല. അത് പെട്ടെന്ന് കതിന്ന് ഊരി പോകും. അതുകൊണ്ട് അത് നോക്കാതിരിക്കുക. ഇനി ഓർണമെന്റ്സിന്റെ കാര്യം പറയാം. കുപ്പിവള, ചുറ്റുവള, അങ്ങനെ ഒരുപാട് നല്ല നല്ല വളകളുണ്ട്. അത് കേറാത്ത കുറെ പേരുണ്ട്. അങ്ങനെയുള്ളവർക്കാണ് ഇതുപോലെ സ്പ്രിങ് ഉള്ള ഇതാണ്ട് ഇങ്ങനത്തെ വളകൾ യൂസ് ചെയ്യാം. പിന്നെ മാലയും കമ്മലിന്റെ ഒക്കെ കാര്യമാണെങ്കിൽ അവരവരുടെ കോസ്റ്റ്യൂമിനനുസരിച്ച് എടുക്കുക. പിന്നെ കുറച്ച് ഹെവി കമ്മലും മാലയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒറ്റ ട്രിപ്പ് യൂസ് അല്ലേ ഉള്ളൂ, നിങ്ങൾ റെന്റിന് എടുക്കുന്നതായിരിക്കും കുറച്ച് ബെറ്റർ. ഈ വീഡിയോയിൽ ഏറ്റവും ഇസഡ് കാര്യങ്ങൾ ഞാൻ കവർ ചെയ്തെന്നാണ് വിശ്വാസം. ഡൗട്ട് വേറെ വല്ലതും ഉണ്ടെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്തിരുന്നാൽ മതി. ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. ഇവിടെ വന്ന് ഒരുങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾ ഒരുങ്ങാൻ ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സുകളുണ്ടോ നിങ്ങളെ കൂടെ? അവർക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. ലൈക്ക് തരണം, കമന്റ് തരണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ബൈ, ടേക്ക് കെയർ.